സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ്. യേശു തോണിയിൽ കയറി, പിന്നീട് പറയാണ് കൊടുങ്കാറ്റ് ഉണ്ടായി. അപ്പോൾ യേശു തോണിയിൽ കയറിയതിന് ശേഷം ആണ് കൊടുങ്കാറ്റുണ്ടാകുന്നത്. അല്ലെങ്കിൽ തോണിയിൽ യേശു ഉള്ളപ്പോൾ കൊടുങ്കാറ്റ് ഉണ്ടാവുകയാണ്. ചില ആൾക്കാരൊക്കെ പറയും, നവീകരണത്തിൽ വന്നതിന് ശേഷം എന്താ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ? അതുവരെയല്ലേ ഈ പ്രശ്നങ്ങളുള്ളൂ? ഈ പ്രയാസം കൊണ്ടാണല്ലോ നവീകരണത്തിലേക്ക് വന്നത്. എന്നാൽ നവീകരണത്തിൽ വന്നിട്ടും കാറ്റും കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടാകുകയാണ് ജീവിതത്തിൽ. സ്നേഹമുള്ളവരെ, നമ്മൾ തിരിഞ്ഞു നോക്കണം. നമ്മിലെ യേശു ഉണരുന്നുണ്ടോ അതോ യേശു ഉറങ്ങുകയാണോ? നമ്മിലൊക്കെ യേശു എല്ലാവരിലും യേശു വസിക്കുന്നുണ്ട്. യേശുവിനെ ഉണർത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? മറിച്ച് നമ്മൾ തന്നെ നമ്മളുടെ പണി 18 പരിപാടി നടക്കുകയാണ്. അങ്ങനെ നമ്മൾ പണിത് ഇതൊരു പരുവത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന യേശുവിനെ ഉയർത്തുവാൻ, യേശുവിനെ ഉണർത്തുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോയെ, ഉണരണമേ, അവിടുന്ന് പ്രവർത്തിക്കണമേ. അതിനായി ഞാൻ എന്നെ തന്നെ വിട്ടുതരുന്നു. നീ പ്രവർത്തിക്കുക. ഞാനിതാ ശാന്തനായിരുന്നു കൊള്ളാം, നിശബ്ദനായിരുന്നു കൊള്ളാം, നിന്നെ കേട്ടുകൊള്ളാം. നീ പ്രവർത്തിച്ചുകൊള്ളൂ എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജീവിതം അവന് ഫലമേൽപ്പിക്കുവാൻ സാധിക്കുന്നവരൊക്കെ വിജയം അനുഭവിക്കുവാൻ ഇടയാകും. അതിനുള്ള കൃപാവരം നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സഹായിക്കണേ. വിശുദ്ധ ഔസപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.